എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ചേട്ടനും ചേച്ചി എന്റെ വീട് വരെ വരണം. എനിക്ക് രണ്ടിലൊന്ന് അറിയണം. ഏത് രണ്ടിലൊന്ന്? രണ്ടൊഴിയണോ രണ്ടൊന്ന്? നാവരത്തിരി അവളുടെ ഒരു രണ്ടിലൊന്ന് ഇന്നലെ പറയാവുന്നില്ല. നിങ്ങൾക്കൊന്നും അറിയില്ല, എനിക്ക് പറയാറിയാം. നമുക്ക് അവിടെ പോവാം. ചന്ദ്രൻ ഇന്ന് ബാങ്കിൽ പോയില്ലേ? ഇല്ല. 2 ദിവസത്തെ അവധി എടുക്കും. നമുക്കൊരു പിക്നിക്കിന് പോവാം. എന്തിനാ? ഇത് നല്ല ചോദ്യം. വീട്ടിലില്ലാത്ത സ്വൈരത സ്വർഗത്തിലും കിട്ടില്ല ചേട്ടാ. സ്വൈര്യത നാം ഉണ്ടാക്കണം. ആരും കൊണ്ടുവരില്ല. ചേട്ടൻ അറിയില്ല. ഇത്രയും കാലം ഞാൻ ശ്രമിക്കുകയായിരുന്നു. ഇന്ന് തന്നെ അവൾ പെർമിഷൻ ഇല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു വരികയാണ്. നിശ്ചയമല്ലേ ഇതൊക്കെ? BSc പാസ്സായത്ര. എന്തിനാണ് അവൾ ഇത്രയൊക്കെ പഠിച്ചത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്താണ് മനസ്സിലാവാത്തത്? ഞാൻ മനസ്സിലാക്കി തരാം. മനുഷ്യനായി ആരെങ്കിലും വിശ്വാസം വേണം. ആ വിശ്വാസിക്ക് ഒരിടത്ത് ഒരു കാലത്ത് സ്വയം കിട്ടില്ല. Look, you have no account here. എന്നെ കുറിച്ച് പറയിപ്പിക്കണ്ട. നീ ഒന്നും ഉണ്ടായിരിക്കും. 1 വർഷം കഴിഞ്ഞില്ലല്ലോ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഇക്കണക്കിന് പോയാൽ ഒരു കുടുംബമായിട്ട് നിങ്ങൾ അങ്ങനെ ജീവിക്കും. എന്തായിരുന്നു നിങ്ങളുടെ വയസ്സിന്റെ കാര്യം? കാരണം ചോദിക്കും. You make your statement. കേട്ടില്ലേ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ മനസ്സ് നിറയ്ക്ക ബാങ്കാണ്. ഇന്നലെ ബാങ്കിൽ വരുമ്പോ കൊക്കാപ്പള്ളിയിലെ രാജേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. രാജേട്ടന്റെ കാര്യം ചേച്ചിക്ക് അറിയാമല്ലോ. ഒരു വാക്ക് പറഞ്ഞ 1.5 മണിക്കൂർ ചിരിക്കും. ഇന്നലെ ഏതാണ്ട് പറയുന്നത് കേട്ട് ഞാനൊന്ന് ചിരിച്ചുപോയി. അത് കണ്ടുകൊണ്ടാണ് കയറി വന്നത്. മുഖം അങ്ങോട്ടൊരു കൊട്ട. ഓ, പറഞ്ഞു വന്നപ്പോ എന്തൊരു നല്ല പിള്ളയാ നോക്ക്. പിന്നല്ലേ ഞാൻ എന്റെ പൈസ കൊടുക്കുന്നവളാണ്. വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട കേട്ടോ. നാക്കിൽ വെച്ച് കിടന്ന് തുള്ളാതറി. ആ റാസ്കൽ ഇതിന് മുമ്പ് വന്നപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്റെ ഒരു അമ്മാവന്റെ മകനാണ് രാജേട്ടൻ. ഓ, അതുകൊണ്ട് എന്തു ആകാമെന്ന് കേട്ടോ കേട്ടോ ചേച്ചി. ഇതാണ് ഈ മനുഷ്യന്റെ സംസ്കാരം. എന്നെ ഉണ്ടായിരിക്കാമോ? മനുഷ്യനായ ക്ഷമ വേണം. ഓ, നിങ്ങൾ എല്ലാരും കൂടെ ഞാൻ കുരങ്ങ് കളിപ്പിക്കാനല്ലേ? ഡോണ്ട് ബി സില്ലി ചന്ദ്രൻ. ഇവളെ എനിക്കിഷ്ടമാണ്. ഒരു നിമിഷത്തേക്ക് പോലും ഇവൾ എന്നെ വിട്ട് മറ്റൊരു സാഹചര്യത്തിൽ ഇല്ല. എനിക്ക് സങ്കല്പിക്കാൻ കൂടെ സാധിക്കും. വരൂ ചന്ദ്രൻ, നമുക്ക് മറ്റുവെല്ലാം സംസാരിക്കാം. എല്ലാം നിന്റെ കുറ്റമാണ്. രാപ്പകലില്ലാതെ കള്ളും കുടിച്ച് വീട്ടിലേക്ക് വരുന്ന എത്ര ആളുകളുണ്ട്. ഇക്കാലത്ത് ഇങ്ങനൊരു ചെറുപ്പക്കാരനെ മത്സരിട്ട് നോക്കിയാൽ കിട്ടില്ല. ബാങ്ക് വിട്ടാൽ 2 മിനിറ്റിനകം വീട്ടിലെത്തും. നിന്നെ കൂടാതെ അവർ എവിടെയെങ്കിലും പോവാറുണ്ടോ? അങ്ങനെയുള്ള ആണുങ്ങളാവുമ്പോ ചില നിർബന്ധ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്ന് വിചാരിച്ച് നമ്മൾ സഹിക്കേണ്ടത്. അതല്ലാതെ തൊട്ടതെല്ലാം നീ വീട്ടിലേക്ക് ഓടി വന്നാൽ നിന്റെ ചേട്ടൻ എന്താ കലക്കിലോ മറ്റോ ആണ്? കഴിഞ്ഞ വർഷത്തെക്കാളും 10 ലക്ഷം കൂടുതലാണ് ഞങ്ങൾ ഇത്തവണത്തെ ടാർഗറ്റ്. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിക്കും. ചേട്ടനും കൂടെ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. കുട്ടികളുടെ പേരിൽ എന്തെങ്കിലും ഇപ്പോഴേ ചേർത്തിരുന്നാണ് നല്ലത്. കഴിഞ്ഞ 2 മാസമായി ഞങ്ങളുടെ ഇന്റേണൽ വർക്കൊക്കെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്റ്റാഫിനൊക്കെ എന്നെ വലിയ കാര്യമാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അവർ അനുസരിക്കും. നോക്ക്, എന്റെ ചേട്ടൻ എത്രയോ സർക്കിട്ടുകൾ നടത്തിയിട്ടുണ്ട്. ഏതെല്ലാം തരം കൂട്ടുകെട്ടുകളാണ് ഉള്ളത്. എന്തൊക്കെയാണെങ്കിലും ഇന്ന് വരെ ഒരു ദുഷ്പേര് കേട്ടിട്ടുണ്ടോ? എന്താ കാരണം? ഞാൻ അദ്ദേഹത്തോട് അങ്ങനെയാണ് പെരുമാറുന്നത്. ഞാനൊരു പാവമാണ് ചേച്ചി. എനിക്കൊന്നും അറിയില്ല. പാവമാണ് പോലും. മുഖം കഴുക. ഇനി പിക്നിക്കിന് പോകുന്ന കാര്യം എന്ത് തീരുമാനിച്ചു? നോക്കൂ, എറണാകുളത്തിന് പോണ്ടേ? വിളിച്ചോ? വിളിച്ചു. എല്ലാം റെഡി. പോയി കുളിച്ചോളൂ. ഇതാ, ഇത് തലയിൽ ചുറ്റിക്കോളൂ. ഇതൊന്നും എനിക്ക് വേണ്ടെന്ന്. ചുറ്റിക്കൊള്ളുന്നേ, വെളിയിൽ മഞ്ഞുണ്ട്. ചേട്ടത്തിയമ്മേ, ചേട്ടത്തിയമ്മേ. വേണോ ഇപ്പോഴത്തെ ഇങ്ങനെ? ഒന്നുമില്ല, വെറുതെ വന്നിരിക്കുകയാണ്. പരീക്ഷ എടുത്തിരിക്കുകയല്ലേ? അതല്ലേ ഞാനും ചോദിക്കുന്നത്. ഇനി പരീക്ഷ എങ്ങനെ വരാൻ പറ്റൂ? അതിനുമ്പ് ഒന്ന് കണ്ടിട്ട് പോകാൻ കരുതി. ചേട്ടൻ എവിടെ? ചേട്ടൻ രാവിലെ എറണാകുളത്ത് പോയി. ഞാൻ യാത്ര അയച്ചിട്ട് ഇവിടെ വന്നൊന്നിരുന്നതാ. വൈകി പോയി. മക്കളെവിടെ? മക്കൾ ഇനി ഉണർന്നിട്ടുണ്ടാവില്ല. വരൂ, കുളിച്ചിട്ട് കാത്തു കുടിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. എപ്പോ ഒന്നേ ഉള്ളൂ. ദുഃഖിച്ചിട്ടെന്ത് ഫലം? ചെയ്യാത്ത ചികിത്സകളിൽ, പോകാത്ത പുണ്യസ്ഥലങ്ങൾ എല്ലാം നമ്മുടെ വിധിയാണ്. എന്നാലും ഞാൻ കാരണം ഈ വീട്ടിലൊരു പിഞ്ചുകാൽ പതിയാനുള്ള ഭാഗ്യം ഇല്ലാതായി പോയല്ലോ.
ഓർത്തു നോക്കുമ്പോൾ ഈ വീട് സ്വത്തുമൊക്കെ എന്തിനാണെന്ന് തോന്നിപ്പോകുന്നു. മണ്ടത്തരം പറയരുത്. നമുക്ക് ഈ നിർഭാഗ്യം വന്നതിന് ആരും കാരണക്കാരല്ല. ഇതോർത്ത് വിഷമിച്ചിരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഞാനില്ല. എന്റെ മിനി എപ്പോഴും പുഞ്ചിരിക്കണം. ഇതാ എന്നെ കണ്ടിട്ട് നാളെ കൊണ്ടുവന്ന ശ്രീദേവി ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വരാറായിട്ടുണ്ടോ? അതെങ്കിൽ ഞാൻ സുഖിന്റെ വീട്ടിൽ പോയിച്ചു വരാം. മോൻ ചേഞ്ച് വല്ലാതെ കോലം കിട്ടുപോയി. ഔട്ട്ഡോർ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരികയല്ലേ, ക്ഷീണം ഉണ്ടാവും. പഠിക്കാൻ ഒരുപാടുണ്ട്, ഉറക്കൊഴിയുണ്ട്, അതിന്റെ ക്ഷീണമാണ്. പഠിക്കേണ്ട കാലങ്ങളിൽ പഠിക്കണം. അതിനു വേണ്ടി കുറച്ച് ഉറക്കം വെച്ചാലും സാരമില്ല. I am great Shankarameno. May I come in? പുഷ്പപാദവും പുറത്തു വെച്ച് നഗ്നപാതനായി അകത്ത് വരും. ദൈവമേ, നഗ്നനായി അകത്ത് വരണമെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ നല്ല സമയത്താണല്ലോ വന്ന്. വീടെ പോന്നു. ഇന്ന് രാവിലെ പോകുന്നതിന് മുമ്പ് അങ്ങോട്ട് പോവാം. സമയമില്ലല്ലോ. ഉണ്ടാക്കണം. ഇതുപോലെ ടൂറിന് പോയിരിക്കുക. ഓ, ഞാൻ ഇതുവഴി വന്നപ്പോ ഒന്ന് കയറിയതാണ്. നിങ്ങളെയൊക്കെ ഒന്ന് കാണാമല്ലോ. ഞാൻ വരട്ടെ. ഒന്നും കഴിച്ചില്ലല്ലോ. എല്ലാം കഴിച്ചിട്ടാണ് വന്നത്. എക്സ്ക്യൂസ് മീ, ശാരദ ഒന്ന് വരും. എക്സ്ക്യൂസ് മീ. ഇപ്പോഴാണെങ്കിൽ നാണക്കുട്ടനും ശ്രീദേവിയും വീട്ടിലുണ്ട്. സുഖ വന്നാൽ ഉടനെ അങ്ങോട്ടൊന്ന് വരാൻ പറയുന്നത്. അവർ പറഞ്ഞിട്ട് നമ്മൾ താല്പര്യം കാണിച്ചില്ലെന്ന് വേണ്ട, വേണമെന്ന് വന്ന് കാണട്ടെ. പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് സാവകാശം ചെയ്യാം. വന്നാ ഉടനെ പറയാം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. വേണു, എന്നോട് എനിക്കൊരു പ്രത്യേകമായ ഒരു കാര്യം പറയാനുണ്ട്. ഞാനെല്ലാം കേട്ടു. ചേട്ടൻ വന്നിട്ട് നമുക്ക് ആ കുട്ടിയെ പോയി ഒന്ന് കാണാം. വേണ്ട. എന്താ? എനിക്ക് ആ കുട്ടിയെ പണ്ടേ അറിയാം. അതിന് ഉറക്കം തൂങ്ങിയല്ലേ? അവളിപ്പോ പേഷ്യയിലൊക്കെ പോയിട്ട് വന്നതല്ലേ. അതുകൊണ്ട് ശ്രീദേവി തന്നെയല്ലേ? ഏട്ടത്തിമ്മയ്ക്ക് പരിഭവം തോന്നരുത്. എനിക്ക് ആ കുട്ടി പോകാൻ എനിക്ക് ഇഷ്ടമല്ല. തീരുമാനം എടുക്കേണ്ടത് നീയാണ്. ഞാൻ നിർബന്ധിക്കുന്നില്ല. ചേട്ടൻ വന്നിട്ട് നീ തന്നെ പറ. ഈ അപ്പുകുട്ടൻ ഞാനൊരു തമാശക്കാരൻ തന്നെ. കണ്ടാ തോന്നില്ലല്ലേ? നീ അടൂർ ബാസിന്ന് കേട്ടിട്ടുണ്ടോ? സിനിമയിലൊക്കെ തമാശ കാണിക്കുന്ന ആളല്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ സ്വന്തം. സ്വന്തം 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 എന്ന് പറഞ്ഞാൽ സ്വന്തം എന്ന് പറഞ്ഞ സ്വന്തം തന്നെ. അടൂർ ബാസിയുടെ അച്ഛന്റെ അച്ഛൻ എന്റെ അമ്മയുടെ അല്ല വേണ്ട, അതെന്റെ അമ്മൂമ്മയ്ക്ക് ഈ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യം. നീ അത് രാജ്യം മുഴുവൻ ചെന്ന് പറഞ്ഞെടുക്കും. അതൊരു പ്രൈവറ്റ് കേസാണ്. ഈ അപ്പുകുട്ടൻ ഞാൻ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒക്കെ ഞാൻ മനസ്സിലാക്കി തരാം. നീ എന്റെ കൂടെ മദ്രാസിലേക്ക് വാ. എന്നിട്ട് കോടമ്പാക്കത്ത് ഒരു വീടെടുത്ത് 3-4 സിനിമയിലെല്ലാം അഭിനയിച്ച് 4-5 കൊച്ചുങ്ങളായിട്ട് തിരിച്ചു കേട്. അയ്യേ, വൃത്തികേട് പറയുന്നു. അതിനൊന്നും എന്നെ കിട്ടത്തില്ല. വേണ്ടെങ്കിലും വേണ്ട, നിന്റെ മുഖം തന്നെ സിനിമാ സ്റ്റാറിന്റെ. അതെയോ? നീ എന്തൊക്കെ സാഹചര്യത്തിൽ നമുക്ക് പടത്തിന്റെ പൂജ തുടങ്ങാം. നാളെ തന്നെ തുടങ്ങൂ. ഷുവർ. വേണ്ടെങ്കിലും വേണ്ട. പോ ഇടത്തിന്റെ ഞാനൊരു കഥ പറയട്ടെ. കഥയോ? അതെ, അതൊരു കഥയാണ്. പറയൂ. ഒരു ചെറുപ്പക്കാരന്റെ കഥ. വിദ്യാർത്ഥിയാണെന്ന് വെച്ചോളൂ. തീവണ്ടിയിൽ തിരക്കില്ലാത്തൊരു ദിവസം ഒരു ഒഴിഞ്ഞ കമ്പാർട്ട്മെന്റിൽ അവനൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. പനിനിറപ്പൂവിന്റെ വിശുദ്ധിയും മഞ്ഞുതുള്ളിയുടെ ഭാവമുള്ള ശാലീന സുഭകയായൊരു സുന്ദരി. അവൾ അവനെ ആകർഷിച്ചു. സന്ദർഭമുണ്ടാക്കി അവൻ സംസാരിച്ചു. അവൻ അവളോട് എന്തെന്നില്ലാത്തൊരു ബന്ധമുണ്ടായി. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ലേ? നോ, നോട്ട് സോ ഫാസ്റ്റ്. അവളെക്കുറിച്ചുള്ള പവിത്രമായൊരു ഓർമ്മയുമായി അവൻ നടന്നു. എന്നിട്ട് പാർക്കിലും ബീച്ചിലും വഴിയരികിലും ബസ് സ്റ്റോപ്പിലും വെച്ചവർ കണ്ടുമുട്ടി. കൂടുതൽ അടുത്തപ്പോൾ അകലാനാവാതെയായി.
കോഴിക്കോട്ടല്ല ജോലി. കൊല്ലത്തുള്ള ഒരു വലിയ ഏജൻസി സ്ഥാപനത്തിന്റെ ഉടമയുടെ പിയാണ്. ടൂറിന് വേണ്ടി കോഴിക്കോട്ട് എത്തുമ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. നമുക്ക് ചേരുന്ന പശ്ചാത്തലത്തേക്കല്ല നിന്റെ കഥ നീങ്ങുന്നത്. അന്ധയായ ഒരു മുത്തശ്ശിയും വാദം പിടിച്ചു കിടക്കുന്ന വിധവയായ ഒരു അമ്മയും എട്ടും പൊട്ടും തിരിയാത്ത രണ്ട് അനുജത്തിമാരുമാണ് അവൾക്കുള്ളത്. അവളെ രക്ഷിക്കാനാണ് എന്റെ ശ്രമം. അവൾ നല്ലവളാണ് ഏട്ടത്തി. ഇത്രയും വലിയൊരു പരീക്ഷണം വേണം? Hello, sir. Hello. Meet my wife, Sushma. Glad to meet you. Sushma, this is our managing director, Mr. Sumaran. How are you, Mr. Verma? ഫൈൻ സർ. രണ്ടുപേർക്ക് കൂടെ വലിയ ബെഡിലൊരു കോട്ടേജാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മറ്റു റൂമിന്റെ ആവശ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അയ്യോ അതൊന്നും ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പ്ലീസ് കം. വൈകിട്ട് ബോർഡ് കൂടുമ്പോൾ നമുക്ക് ഭയപ്പെടാനിരിക്കുന്നു. അവർ കോൺഫിഡൻസ് ഇസ് ക്ലിയർ. let's face it, നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. അങ്ങനെ ആ തലവേദന മാറി. പക്ഷെ ഇതുകൊണ്ടായില്ല. സന്ദർഭം കിട്ടുമ്പോൾ അവർ ഇനിയും തലപൊക്കും. അതിന് കാരണമൊന്നും ഞാൻ കാണുന്നില്ല. അന്ധമായി ആരെയും വിശ്വസിക്കരുത്. കുറേയൊക്കെ വിശ്വസിക്കാതെ ജീവിക്കാൻ പറ്റുമോ? അതും ശരിയാണ്. സുഷമ, ഐ ഹാവ് എ വണ്ടർഫുൾ സജഷൻ ടു മേക്ക്. എന്താണ്? നമുക്കിന്ന് ഡിന്നർ പാലസ് ഹോട്ടലിലാക്കിയാലോ? വെൽക്കം. ആട്ടെ, നിങ്ങൾ പോയ കാര്യം? എല്ലാം മംഗളമായി. എനിക്കതിൽ ഉറപ്പുണ്ടായിരുന്നു. താങ്ക് യു. എന്നാ സമയം കളയണ്ട, നമുക്കിറങ്ങാം. കുറെ കൂടെ കഴിയട്ടെ. ഡിന്നറിന് സമയമായില്ലല്ലോ. എനിക്ക് പോകണം. എന്നെ ഒഴിവാക്കും. അങ്ങനെ പറയരുത്. ഭക്ഷണം കഴിഞ്ഞിട്ടേ പോകാവൂ. അയ്യോ അയ്യ, ശാരദ കാത്തിരിക്കും. എന്നാലും ഞങ്ങൾക്ക് വേണ്ടി. ഒന്നും പറഞ്ഞാൽ പറ്റില്ല. ഇന്ന് നമ്മളുടെ വിജയത്തിന്റെ ദിവസമാണ്. അതൊന്ന് ആഘോഷിച്ചേ പറ്റൂ. സുമാര സത്യ ഞങ്ങൾക്ക് വേണ്ടി. സമയമുള്ളതിനെ ശിവന് പറഞ്ഞത്. ഞാനൊന്ന് മിനിങ്ങിയിട്ട് ഇപ്പൊ വന്നേ. ആ, മിനിങ്ങി ഓവർ ആകരുത് കേട്ടോ. ഓടി. ഇരിക്കൂ. ചേച്ചി സുന്ദരിയാണോ? സാമാന്യം. മോൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? നരക. അമ്മയെ പോലായിരിക്കും. മോൻ അച്ഛനെ പോലെ തന്നെയാണോ? ഒരു ദിവസം വീട്ടിലേക്ക് വരും. അവരൊക്കെ പരിചയപ്പെടാമല്ലോ. ഞാൻ വരാം, തീർച്ചയായിട്ടും വരാം. സാറ് ഭാഗ്യം ചെയ്ത ആളാണ്. സ്നേഹമുള്ള ഭാര്യ, സ്നേഹം മാത്രമുള്ള കുട്ടികൾ, സംതൃപ്തമായ കുടുംബം. എന്താ ഭാഗ്യത്തിനൊരു കുറവ്? ഓ ഭാഗ്യം. സാറ് കണ്ടില്ലേ അപ്പുറത്തെ മുറിയിൽ മിന്നിക്കൊണ്ടിരിക്കുന്നത്? സാറ് കുടിക്കുമോ? ഇല്ല. ഒട്ടും. ടു ബി ഫ്രാങ്ക്, ഞാൻ കുടിച്ചിട്ടുണ്ട്. ജസ്റ്റ് കമ്പനി സേൽ. പക്ഷെ ഒരിക്കലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ചേച്ചിയുടെ ഭാഗ്യം. സഹദേവൻ ഈയിടെയായി വളരെ അധികം കഴിക്കുന്നു. നിയന്ത്രണമില്ലാതെ ഇങ്ങനെ പോയാൽ എന്റെ വിധി. സാറിനറിയാമോ, മദ്യം കഴിഞ്ഞിട്ടേ അദ്ദേഹത്തിന് എന്തുമുള്ളൂ. എത്രയോ തവണ ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. എന്ത് ഫലം? സാർ വിചാരിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ട്. ഞാനോ? അദ്ദേഹം ഫിനാൻഷ്യലായിട്ട് വളരെ വിഷമിക്കുകയാണ്. സാർ എനിക്ക് ഒരു ഉപകാരം ചെയ്യുന്നു. എന്താ പറയൂ? കൃഷ്ണയ്യരുടെ ഇൻഫാക്ടറിയുടെ കൺസ്ട്രക്ഷൻ വർക്ക് ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്നാണ് അറിഞ്ഞത്. സാറും സാമയും വളരെ അടുപ്പമാണല്ലോ. സാർ വിചാരിച്ചാൽ അദ്ദേഹത്തോടൊരു വാക്ക് പറഞ്ഞു. എന്താണ് സാർ ഒന്നും മിണ്ടാത്തത്? പക്ഷെ സഹദേവന് ആ വക്കീൽ താല്പര്യമുണ്ടോ? വളരെ. പിന്നെ എന്താ എന്നോട് ഇതുവരെ പറയട്ടെ? എന്തെങ്കിലും മനപ്രയാസം ഉള്ളതുകൊണ്ടായിരിക്കും. നോക്കൂ മിസ്റ്റർ സഹദേവൻ, ഇസ്മയ്യർ വളരെ സ്ട്രിക്റ്റായ ഒരു ബിസിനസ്മാനാണ്. പറയാൻ വിഷമമുണ്ടായിട്ടല്ല, പക്ഷെ അയാളുമായിട്ട് ഡീൽ ചെയ്യാൻ അല്പം വിഷമമുണ്ടാവും. ഇല്ല സാർ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. സഹദേവൻ ഡീലിംഗ്സിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധാലുണ്ട്. അതെനിക്കറിയാം. സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം ഇനിയും തിരിച്ചു തന്നിട്ടില്ല. ഇന്ന് തരണമെന്ന് കരുതിയതാണ്. പക്ഷേ ഏതോ ഒരു വർക്കിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഒന്ന് റോൾ ചെയ്തു. ബിസിനസ്മാന്റെ ഏറ്റവും വലിയ ശക്തി അവന്റെ വാക്കിന്റെ വിലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറ് പറഞ്ഞത് ശരിയാണ്. ഇത്തവണ മാത്രം സാറിന് ക്ഷമിക്കണം. നിങ്ങളെങ്കിലും അല്പം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാം. കൃഷ്ണയുടെ കാര്യം സാർ ഒരു കുഴപ്പവും ഉണ്ടാവില്ല.
ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ. ഹലോ ഡിയർ, നമുക്കിറങ്ങാം. സുമാര സർ, സമയമായി, നമുക്കിറങ്ങാം. ആക്കിയും നമുക്ക് പോകണ്ട. പിന്നെ ഡിന്നർ കഴിഞ്ഞേ പോകാൻ പറ്റുള്ളൂ. മിസ്റ്റർ സഹദേവനും ഭാര്യ എന്റെ കൂടെ വരുന്നുണ്ട്. ഭക്ഷണം കഴിച്ചോ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. മിസ്റ്റർ വർമ്മയോട് പറഞ്ഞാൽ മതി, വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരും. ഞാൻ 1 മണിക്കൂറിൽ വരും.